നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒന്നാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. രാത്രി ഇന്ത്യൻ സമയം 12:30 കളി നടക്കുന്നത്. അപ്പോൾ ഈ കളി എന്ന് പറഞ്ഞാൽ രണ്ട് അയൽക്കാർ തമ്മിലുള്ള പോരാട്ടം, പക്ഷേ ഗ്രോയിങ് റിവൽറിയാണ്, വളരുന്ന വൈരമാണ്, ഹിസ്റ്റോറിക് റിവൽറിയാണ്. പക്ഷെ സമീപകാലത്തെ മത്സരങ്ങൾ ഒന്നുകൂടെ ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയതിൽ ആർക്കാണ് മുൻതൂക്കം, പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ മുമ്പ് ഏറ്റുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, റീസെൻ്റ്ലി ഉള്ള മത്സരങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. അതായത് ഈ രണ്ട് ടീമുകൾ തമ്മിൽ 38 മത്സരങ്ങളിലാണ് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ കൃത്യമായ വ്യക്തമായ ആധിപത്യമുള്ളത് സ്പെയിനിനാണ്. 18 കളികൾ, 38 കളികളിൽ 18 കളികളും സ്പെയിൻ വിജയിച്ചപ്പോൾ 13 കളികളാണ് ഫ്രാൻസ് വിജയിച്ചത്. 7 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ വിജയിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസാണ് എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരം 1984 യൂറോ കപ്പ് ഫൈനലാണ്. യൂറോ കപ്പിൻ്റെ ഫൈനൽ ജയിച്ചത് ഫ്രാൻസ് 2-0 സ്പെയിനെ പരാജയപ്പെടുത്തി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ വരുന്നത് 2021 നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ 2-1 വീണ്ടും വിജയിച്ച് കയറിയത് ഫ്രാൻസ് തന്നെയാണ്. വേൾഡ് കപ്പിൽ അവർ ഒരേ ഒരു തവണയാണ് നേർക്കുനേർ വന്നത്. അത് 2006 ജർമ്മനിയിൽ നടന്ന വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 അന്നും 3-1 വിജയിച്ച് കയറിയത് ഫ്രാൻസാണ്. അതായത് ഇമ്പോർട്ടൻ്റ് മത്സരങ്ങളിലൊക്കെ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ ജയിച്ചത് ഫ്രാൻസാണ്. എന്നാൽ റീസെൻ്റ്ലി ഉള്ള മത്സരങ്ങൾ നോക്കുക, അതിൽ ആധിപത്യമുള്ളത് ഒരു സംശയവും വേണ്ട സ്പെയിന് തന്നെയാണ്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരങ്ങൾ യൂറോ 2024 ആ ഒരു മത്സരം, സെമി ഫൈനൽ മത്സരം 2-1 വിജയം സ്പെയിനാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയത് എല്ലാവരും ഓർത്ത് വെക്കുന്നൊരു പോരാട്ടമായിരിക്കും യുവേഫ നേഷൻസ് ലീഗിലെ പോരാട്ടം. 2025 യുവേഫ നേഷൻസ് ലീഗിലെ പോരാട്ടം 5-4 വിജയം സ്പെയിനാണ് കൊണ്ടുപോയത്. ഗോള് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൂട്ടിയൊരു മത്സരമാണ്. ഏറ്റവും ഒടുവിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ 5 കളികൾ എടുത്ത് നോക്കിയാൽ 2014 ഈ 5 കളികൾ നമ്മൾ എടുക്കണമെങ്കിൽ അത്ര പുറകോട്ട് പോകണം. 2014 ഫ്രാൻസ് 1-0 ഒരു ഫ്രണ്ട്ലിയിൽ സ്പെയിനെ തോൽപ്പിച്ചെങ്കിൽ 2017 മറ്റൊരു ഫ്രണ്ട്ലിയിൽ സ്പെയിന് 2-0 ഫ്രാൻസിനെ തോൽപ്പിച്ചു. പിന്നെ ഉള്ളതൊക്കെ ഒഫീഷ്യൽ മാച്ചസാണ്. 2021 യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ സ്പെയിന് 2-1 ഫ്രാൻസിനോട് തോൽക്കുന്നു. 2024 യൂറോ കപ്പിൻ്റെ സെമി ഫൈനൽ സ്പെയിന് 2-1 ഫ്രാൻസിനെ തോൽപ്പിക്കുന്നു. പിന്നെ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്നത് 5-4 സ്പെയിൻ വിജയിച്ചത്. ചുരുക്കത്തിൽ ഈ റിവൽറി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആര് ജയിക്കും? ചരിത്രം പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഫ്രാൻസിനൊപ്പമാണെന്നുള്ളത് മറക്കുന്നില്ല. പക്ഷെ സമീപകാലത്തെ റിസൾട്ടുകൾ സ്പെയിനിന് അനുകൂലമാണ്. ഗെയിം ഓൺ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.